ഹായ് മക്കളെ, അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കകം നിങ്ങളുടെ SSLC റിസൾട്ട് വരാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആക്കുക. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവാതിരിക്കുക. ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ വിചാരിച്ചത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡൗൺ ആവാതിരിക്കുക. എല്ലാം മിതമായിട്ടുള്ള രീതിയിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങളുടെ റിസൾട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ അത്ര പോലും പഠിക്കാത്ത ഒരാളാണ്, അവന് അതിന് എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ചിന്തകൾ മാത്രമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു കാരണവശാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയോ ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെയോ ആരെങ്കിലും ആയിട്ടുള്ള റിസൾട്ടുകൾ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റൊരാളെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടാനില്ല. കൂടാതെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അവരോട് നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് അവർക്കും സന്തോഷമാണ്, നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടും, നിങ്ങൾക്ക് സന്തോഷം കൂടും, അവർക്കും സന്തോഷം കൂടും. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നിങ്ങളുടെ പാരൻസിനോടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും മികച്ച റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ അവർക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ചേക്ക്. ബൈ.